വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. അതിൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ അടക്കമുള്ള മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം കേൾക്കുകയും അതിൽ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തത വിദ്യാർത്ഥികൾക്ക് വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആശങ്ക എന്ന് പറയുന്നത് സ്കീം ഓഫ് വാല്യുവേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അത് ഒട്ടനവധി ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിച്ചിട്ട് അത് ഒരു എക്സാമിനേഷൻ സബ് കമ്മിറ്റിയിൽ വെച്ച് പഠിച്ചിട്ട് അത് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്, അതിന് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളെപ്പറ്റി എന്തായാലും കൃത്യമായി വിദ്യാർത്ഥികളെ അറിയിക്കും. അതിനെപ്പറ്റി അനുഭാവപൂർവ്വമാണ് കേട്ടിരിക്കുന്നത്. പ്രിൻസിപ്പൾ അത് നാളത്തേക്ക് എക്സാമിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽമാരെയും അതുപോലെ തന്നെ അതിനുശേഷം അധ്യാപകരടക്കം വിളിച്ച് കേൾക്കുവാൻ വേണ്ടിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ എന്തോ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ പ്രിൻസിപ്പൽമാരല്ല അവർ നമ്മളെ അറിയിച്ചിരുന്നു. അവർക്ക് എന്തോ അഡ്മിഷൻ മറ്റു കാര്യങ്ങളായിട്ടുള്ള തിരക്കുകളുണ്ട്. അതുകൊണ്ട് അത് കമ്മിറ്റി മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഏറ്റവും അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച് വീണ്ടും നടപ്പിലാക്കും. അത് വിദ്യാർത്ഥികളുടെ ആശങ്കകളെല്ലാം നമ്മളവരെ അറിയിക്കുകയും അവരുടെ കാര്യങ്ങൾ അതിൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അടുത്തതായി ഇവരെ മുമ്പോട്ട് വെച്ചിരുന്ന ആവശ്യമെന്ന് പറയുന്നത് അക്കാഡമിക് കലണ്ടറിൻ്റെ കാര്യമാണ്. അത് കൃത്യമായി സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഏകീകരിച്ചുകൊണ്ടുള്ള കലണ്ടറൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ ഗവൺമെൻറ് ഒരു പ്രപ്പോസലൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ആശങ്ക. അത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. താൽക്കാലികമായി ഈ വിഷയങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉറപ്പിൽ അവർ സമരം നിർത്തും എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ആ സിൻഡിക്കേറ്റിൽ തീരുമാനം എടുത്തിരുന്നത് ഡബിൾ വാല്യുവേഷൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് LLB പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ അറിയിച്ചിരുന്ന ആശങ്കകൾ നമ്മൾ നേരത്തെ തന്നെ നമ്മളെ പല കുട്ടികളും പലതായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വെച്ചിരുന്നൊരു കാര്യമാണ്. ഡബിൾ വാല്യുവേഷൻ നടത്തുന്ന ആ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അധ്യാപകർ തന്നെ ആദ്യം തന്നെ റീവാലുവേഷൻ്റെ ഫീസും ഒഴിവാകുന്ന ഒരു പ്രപ്പോസലായിരുന്നു. അത് റീവാലുവേഷൻ്റെ ഫീസ് ഒഴിവാകും. അതിനുശേഷം സ്ക്രൂട്ടനി ഉണ്ട്. സ്ക്രൂട്ടനിയിൽ ഇവർക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അപ്പീലിന് പോകാം. അതും സെയിം എഫക്റ്റാണ്. ഇപ്പോൾ അതിലൊരു വ്യക്തത, ഇപ്പോൾ സമരവും മറ്റു കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ നമ്മളൊരു വ്യക്തത വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഉറപ്പ് നൽകുന്നത് ഇലക്ഷൻ സബ് കമ്മിറ്റിയിൽ എക്സാമിനേഷൻ സബ് കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരുന്നത് വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ തന്നെ ഡബിൾ വാല്യുവേഷൻ നടപ്പിലാക്കും. അതോടൊപ്പം സ്ക്രൂട്ടനിയും റീവാലുവേഷനും ഉണ്ടാകും. അറിയിച്ചിരിക്കുന്നത് അവർ സമരം അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാവുന്നത് വരെ അവർ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമരം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഡേറ്റ് ഒന്ന് നോക്കണം. സെനറ്റ് യോഗത്തിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ യോഗം നോക്കണം.